الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم وإن هذه أمتكم أمة واحدة وأنا ربكم فاتقون فتقطعوا أمرهم بينهم زبرا كل حزب بما لديهم فرحون صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. ദയാനിധിയായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികൾ വിശാലതയുള്ളവരാകണം. അസഹിഷ്ണുക്കളും സങ്കുചിത മനസ്കരുമാകരുത്. പുറത്തുള്ളവരോടും അകത്തുള്ളവരോടും പെരുമാറുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടു തരം സങ്കുചിതത്വങ്ങൾ കാണപ്പെടാറുണ്ട്. ഒന്ന് സാമുദായികമായ സങ്കുചിതവാദങ്ങളാണ്. രണ്ടാമത്തേത് സംഘടനാപരമായ സങ്കുചിതവാദങ്ങൾ. സങ്കുചിതവാദങ്ങളെ വിശുദ്ധ ഖുർആൻ വളരെ കർശനമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട സാമുദായിക സങ്കുചിതവാദങ്ങളെ വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രം വിവരിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജൂതനസാറാക്കൾ പലപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ള, പുലർത്തിപ്പോന്നിട്ടുള്ള സങ്കുചിതമായ അവരുടെ വംശീയവാദങ്ങളെ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. وقالوا لن يدخل الجنة إلا من كان هودا أو نصارى
അവർ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ജൂതരാകണം, അല്ലെങ്കിൽ നസാറാക്കളാകണം, എങ്കിലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയൂ. ഇതവരുടെ വാദമായിരുന്നു. ഒന്നുകിൽ ജൂതമതം അല്ലെങ്കിൽ ക്രിസ്തുമതം എന്നല്ല. ജൂതന്മാർ പറഞ്ഞു ജൂതനായാലേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂ. ക്രിസ്ത്യാനികൾ പറഞ്ഞു ക്രിസ്ത്യാനിയായാലേ സ്വർഗത്തിൽ പോകാൻ കഴിയും. തിൽക്ക അമാനിയുഹും, അതൊക്കെ അവരുടെ വ്യാമോഹങ്ങളാണ്. തിൽക്ക അമാനിയുഹും, അതൊക്കെ അവരുടെ വ്യാമോഹങ്ങൾ മാത്രം. ഖുൽ ഹാതു ബുർഹാനക്കും ഇൻ കുന്തും സാദിഖീൻ, പറയൂ നിങ്ങൾ സത്യസന്ധതയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഈ സങ്കുചിത വാദങ്ങൾക്ക് തെളിവുകൾ കൊണ്ടുവരൂ, പ്രമാണങ്ങൾ ഹാജരാക്കൂ. ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നക്കും മൗലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസ് ഫതമന്നൗൽ മൗത ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ പറയുന്നു നിങ്ങളാണ് തമ്പുരാനായ നാഥന്റെ പ്രിയപ്പെട്ടവർ. ശരി, സമ്മതിക്കാം. എങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിക്കുമോ? കാരണം തമ്പുരാനിലേക്കുള്ള മടക്കമാണല്ലോ മരണം. നിങ്ങളാണെങ്കിൽ ആ നാഥന്റെ ഏറ്റവും അടുത്ത ഔലിയാക്കളാണ് എന്ന് പറയുന്നു. എങ്കിൽ ആ പടച്ചവനിലേക്ക് മടങ്ങാനുള്ള അവസരമല്ലേ മരണം. ആ മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കൂ. വലൻ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിസ്സാലിമീൻ. ഒരിക്കലും അവർ മരിക്കാൻ ആഗ്രഹിക്കുകയില്ല. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ത്, ഇന്നലകളിൽ ചെയ്തതെന്ത് എന്നവർക്ക് നന്നായി അറിയാം. ഇത്തരം അധർമ്മികളെ സംബന്ധിച്ച് നന്നായി അറിയാൻ പഠിച്ചവന് എന്നാണ് അവിടെ ഖുർആൻ പറഞ്ഞത്. ജീവിതത്തോട് ഏറ്റവും ആസക്തിയുള്ളവരും ഭൗതിക പ്രലോഭനങ്ങളിൽ കെട്ടുപിണഞ്ഞവരുമാണിവർ എന്നും ഖുർആൻ പറഞ്ഞു. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന, ഒരു സഹസ്രാബ്ദം ആയുസ് കിട്ടുമെങ്കിൽ എന്നാണ് അവരിൽ ഓരോരുത്തരുടെയും ജീവിതകാമന, ജീവിക്കാനുള്ള മോഹം. അപ്പൊ അവർ പറയുന്ന വാദങ്ങളെ ഖുർആൻ പൊളിക്കുകയാണ് ചെയ്തത്. വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ഷൈ വഖാലത്തിൻ നസാറ ലൈസത്തിൽ യഹൂദു അലാ ഷൈ. ജൂതന്മാർ പറഞ്ഞു ക്രിസ്ത്യാനികളുടെ പക്കലൊന്നുമില്ല. ക്രിസ്ത്യാനികൾ പറഞ്ഞു ജൂതന്മാരുടെ കൈവശം യാതൊന്നുമില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സങ്കുചിതവാദങ്ങൾ പ്രചരിപ്പിച്ചു. ആ സങ്കുചിതവാദങ്ങൾക്ക് അർത്ഥമില്ല എന്ന് ഖുർആൻ വളരെ ഗൗരവത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പടച്ചവൻ ഈ ഭൂമിയിൽ സംവിധാനിച്ച ഏക സമുദായത്തെ വ്യത്യസ്ത കക്ഷികളാക്കി തീർത്തതിന്റെ ചരിത്രം, വിവിധ വംശങ്ങളും വിഭാഗങ്ങളുമാക്കി ശിഥിലീകരിച്ചതിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ അനാവരണം ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിൽ പ്രവാചകന്മാരെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹർ റുസുൽ കുലൂ മിനത് ത്വയ്യിബാത്തി വഅമലൂ സാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. യാ അയ്യുഹർ റുസുൽ, അല്ലയോ ദൈവദൂതന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നല്ല ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കുക. വഅമലൂ സാലിഹൻ, സുഹൃതങ്ങൾ നന്മകൾ ചെയ്യുക. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെ സംബന്ധിച്ചും നന്നായി അറിയാം നമുക്ക്. വഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, ഇതാ നിങ്ങളുടെ ഉമ്മത്ത്. ഈ ഉമ്മത്ത് ഏക ഉമ്മത്താണ്, ഒരൊറ്റ സമുദായമാകുന്നു. വഅന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ നാഥൻ. ഫത്തഖൂൻ, അതുകൊണ്ട് എന്റെ നിയമങ്ങൾ
സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് വിധിവിലക്കുകൾക്ക് വിധേയരായി ജീവിക്കുക. ഫതഖത്തഉ അംറഹും ബൈനഹും സുബ്റ, പക്ഷെ അവർ പിരിഞ്ഞു പോവുകയും കക്ഷികളായി പിരിഞ്ഞു പോവുകയും അവർക്ക് ലഭിച്ച സന്ദേശത്തെ ദീനിനെ അവർ തുണ്ടം തുണ്ടമാക്കി മാറ്റുകയും ചെയ്തു. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. വളരെ ശ്രദ്ധാപൂർവം നമ്മൾ വായിക്കണം. അവരിൽ ഓരോ കക്ഷിയും ഓരോ ഹിസ്ബും തങ്ങൾക്ക് കിട്ടിയതിൽ വല്ലാതെ നിഗളിക്കുന്നവരും ഊറ്റം കൊള്ളുന്നവരുമാകുന്നു. വിശുദ്ധ ഖുർആൻ ഏക സമുദായത്തെ ഛിന്ന ഭിന്നമാക്കി ഓരോരുത്തരും അവരവരുടെ കക്ഷികളായി തീർന്നു. ആ ഓരോ കക്ഷിയും അവരുടെ കയ്യിലുള്ളതിനെ ഏറ്റവും വലുതായി കാണുകയും മറ്റുള്ളവരെ നിരാകരിക്കുകയും മറ്റുള്ളവരെ കൊച്ചാക്കുകയും മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും തങ്ങൾ മാത്രമാണ് ശരിയെന്ന് വാദിക്കുകയും ചെയ്യുന്ന കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹ്, ഏറ്റവും വലിയ സങ്കുചിതത്വത്തിൽ വീണുപോയി എന്ന് ഖുർആൻ പറയുന്നു. ഈ ശിഥിലീകരണങ്ങളുടെ ചരിത്രം ഖുർആൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ലേബലല്ല അള്ളാഹുവിന്റെ നോട്ടം. കുപ്പിയുടെ പുറത്ത് എന്ത് ലേബലാണ് എന്നതല്ല അള്ളാഹു നോക്കുന്നത്, മറിച്ച് യാഥാർത്ഥ്യം എന്താണ്, ഉള്ളിലുള്ളത് എന്താണ് എന്നതാണ് പടച്ചവന്റെ നോട്ടം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈൻ മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ദുഃഖവും ഭയപ്പാടുമില്ലാത്ത ഒരു ജീവിതം ആർക്കാണ്? അള്ളാഹു പറയുന്നു, ആ ജീവിതം അള്ളാഹു നൽകുന്നത് ലേബലിന്റെ അടിസ്ഥാനത്തിലല്ല. ഇന്നല്ലദീന ആമനു, മുഹമ്മദ് നബിയുടെ അനുയായികൾ എന്നറിയപ്പെടുന്ന വിഭാഗം, വല്ലദീന ഹാദു ജൂതന്മാർ, വൻ നസാറ നസാറാക്കൾ, വസ്സാബിഈന ആ കാലത്ത് ജീവിച്ചിരുന്ന വളരെ ചുരുങ്ങിയ അംഗസംഖ്യ മാത്രമുണ്ടായിരുന്ന സാബി മതത്തിൽപ്പെട്ട ആളുകൾ. മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും ഉറച്ച ബോധ്യം, അള്ളാഹുവിന്റെ ആധിപത്യത്തിലും അന്ത്യനാളിലും വിശ്വാസമുള്ള ആളുകൾ. വഅമില സാലിഹൻ, ആ ഈമാനെ, ആ വിശ്വാസത്തെ സാധൂകരിക്കുന്ന ജീവിതമുള്ള സുഹൃതങ്ങളുടെ ജീവിതം നയിക്കുന്ന ആളുകൾ. അവർക്കാണ് അള്ളാഹു ദുഃഖവും ഭയപ്പാടുമില്ലാത്ത ജീവിതം നൽകുന്നത്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാവിധ സങ്കുചിതവാദങ്ങളെയും നിരങ്കുശം നിരാകരിക്കുകയും നിഷേധിക്കുകയുമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ചെയ്യുന്നത്. ആദ്യമായിട്ട് പറഞ്ഞത് മുഹമ്മദ് നബിയുടെ ആളുകളെ കുറിച്ചാണല്ലോ. ഇന്നല്ലദീന ആമനു, മുഅ്മിനുകൾ എന്ന് അവകാശപ്പെടുന്ന വിഭാഗമാകട്ടെ, ജൂതന്മാരാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, സാബികളാകട്ടെ, ആരുമാവട്ടെ, ഈ ലേബലിലൊന്നുമല്ല കാര്യം. ഈമാനും അഅമാലുമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു പരിഗണിക്കുന്നത്. ശരിയായ വിശ്വാസവും ആ വിശ്വാസത്തെ സാധൂകരിക്കുന്ന നന്മ നിറഞ്ഞ ജീവിതവുമാണ് അള്ളാഹുവിന്റെ പരിഗണനാ വിഷയം എന്ന് എല്ലാവിധ സങ്കുചിതവാദങ്ങളെയും നിരാകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം ഖുർആൻ വളരെ കൃത്യമായ വാക്കുകളിൽ അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ വിശ്വാസമർപ്പിച്ച വിശ്വാസികളും വിശ്വാസിനികളും അടങ്ങുന്ന ഈ സമുദായത്തിൽ അവർ പരസ്പരം പുലർത്തേണ്ട ബന്ധത്തിന്റെ സ്വഭാവമെന്ത് വളരെ കൃത്യമായിട്ട് ഖുർആൻ അത് വിവരിച്ചു തന്നു. സൂറത്തുൽ ഹുജറാത്തിലെ സുപ്രസിദ്ധമായ ആ സൂക്തം നമുക്കറിയാമല്ലോ. 10-ാമത്തെ വചനം, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമൻ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കൂടപ്പിറപ്പുകൾ മാത്രമാകുന്നു.
അതുകൊണ്ട് അവർക്കിടയിൽ യോജിപ്പും രഞ്ജിപ്പും ഐക്യവും ഒരുമയുമുണ്ടാക്കും. അല്ലാഹുവിന്റെ നിയമങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യൂ. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് നാഥന്റെ കാരുണ്യം കിട്ടിയേക്കും. വിശ്വാസികൾ ആരാണ്, അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഏറ്റവും കൃത്യതയുള്ള വാക്കുകളിൽ അല്ലാഹു പറഞ്ഞു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, അവർ കൂടപ്പിറപ്പുകളാകുന്നു, സഹോദരങ്ങളാകുന്നു. സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ ഉദരൻ, ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പിറന്നു വീണ മക്കൾ, അവർ തമ്മിലുണ്ടാകുന്ന ബന്ധം. ഈ സാഹോദര്യമാണ്, കൂടപ്പിറപ്പ് ബന്ധമാണ് വിശ്വാസികളെ നിങ്ങൾക്കിടയിൽ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം ഈ ആയത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കണം. നിലവിലുള്ള നമ്മുടെ സ്ഥിതിഗതികൾ ചിന്തിക്കണം. വിശ്വാസി സമാജം എന്നറിയപ്പെടുന്ന നമുക്കിടയിൽ വ്യക്തികൾ തമ്മിലും സംഘടനകൾ തമ്മിലും ഈ ബന്ധമാണോ ഇന്ന് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. നേരത്തെ പറഞ്ഞ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ എന്നതാണല്ലോ അവസ്ഥ. ഓരോ കക്ഷിയും അവർക്ക് നൽകപ്പെട്ടതിൽ ഊറ്റം കൊള്ളുന്നവർ, ഓരോ ഹിസ്ബും എന്റെ സംഘടനയാണ് ശരി എന്നിടത്ത് എനിക്കെത്താം, അതൊരു നല്ല നിലപാടാണ്. അല്ല, അതായിരിക്കണം നിലപാട്. എന്റെ സംഘടനയാണ് ശരി, എന്റെ സംഘടന മാത്രമേ ശരിയുള്ളൂ എന്നിടത്തെത്തുമ്പോഴാണ് അത് സങ്കുചിതവാദമായി മാറുന്നത്. ദീനുൽ ഇസ്ലാമിന്റെ ബാനറിന്റെ പിന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആദർശവാക്യം അംഗീകരിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, അഹ്ലുസുന്നത്തിന്റെ അഖീദ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും അവരൊക്കെ വ്യത്യസ്ത സംഘങ്ങളിലാണ് ഇപ്പോഴുള്ളത്. അതിൽ എന്റെ സംഘം മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ളവർ പറയുന്നതിൽ ഒന്നും ശരിയില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് നേരത്തെ പറഞ്ഞ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ എന്ന് പറയുന്ന സങ്കുചിതമായ കക്ഷിത്വമുണ്ടാകും. ഇതല്ലേ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മതപ്രസംഗകന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ വേദികളിൽ ശ്രോതാക്കളായിട്ടെത്തുന്ന, സദസ്സുകളിലെത്തുന്ന നമ്മൾ ചിന്തിച്ചു നോക്കൂ. അവരുപയോഗിക്കുന്ന ഭാഷ ഹുജറാത്ത് സൂറത്തിലെ 10-ാം വചനത്തിൽ ഈ പറഞ്ഞ സാഹോദര്യത്തിന്റെ ഭാഷയാണോ? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, ഒരേ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ മക്കൾ, അവർ തമ്മിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഓരോ വീട്ടിലും അങ്ങനെ ഉണ്ടാവും, മക്കൾ തമ്മിലൊക്കെ ഉണ്ടാവും. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് സഹോദരന്മാർ തമ്മിൽ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ഉപയോഗിക്കുന്ന മാന്യമായ ഭാഷയാണോ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഒരു വൃത്തത്തിന്റെ വേലിക്കെട്ടിന് പുറത്ത് നമ്മുടേത് മാത്രമായ വിഷയങ്ങൾ എല്ലാ സമുദായങ്ങളുടെയും സാന്നിധ്യത്തിൽ നാൽക്കവലയിൽ കെട്ടിവെച്ച സ്റ്റേജിൽ പ്രദർശിപ്പിക്കുന്ന, പിന്നെ LCD, ഇതിലൊക്കെ കൂടി ഈ മതപ്രഭാഷകന്മാരും പണ്ഡിതന്മാരും സംഘടനാ നേതാക്കളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞ ഉഖൂവത്തിന്റെ ഭാഷയാണോ? നിങ്ങൾ കൂടപ്പിറപ്പുകളാണെങ്കിൽ കൂടപ്പിറപ്പുകൾ തമ്മിൽ ഉപയോഗിക്കേണ്ട ഭാഷയല്ലേ ഉപയോഗിക്കേണ്ടത്? സ്നേഹത്തിന്റെയും ഗുണകാംക്ഷയുടെയും ആദരവിന്റെയും ഭാഷയല്ലേ ഉപയോഗിക്കേണ്ടത്? വിട്ടുകൊടുക്കാൻ ആർക്കെങ്കിലും മനസ്സുണ്ടോ? വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സുണ്ടോ? വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. എന്തായാലും എന്റെ അനുജനല്ലേ പറഞ്ഞത്, അവൻ പറഞ്ഞത് അബദ്ധമാണ്, ശരി, എന്റെ അനുജൻ പറഞ്ഞ അബദ്ധമല്ല, വിട്ടുകൊടുക്കാം. ആ രണ്ട് കൈയും കൂടി കൂട്ടിയടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, തൽക്കാലം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഞാൻ ആ കൈ മാറ്റിയാൽ ആ ശബ്ദം കേൾപ്പിക്കാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാകാതെ നമ്മുടെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാമല്ലോ. തൽക്കാലം ഞാൻ അടിക്കാനില്ല, ഞാൻ എന്റെ കൈമാറ്റുന്നു എന്ന് പറയാനുള്ള വിവേകം എന്തുകൊണ്ട് നമ്മുടെ മതപണ്ഡിതന്മാർക്ക് നഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് നമ്മുടെ മതപ്രസംഗകർക്ക്, പ്രഭാഷകർക്ക് നഷ്ടപ്പെടുന്നു?
ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിമർശകർക്ക് മറുപടി പറയുന്ന നമ്മുടെ പ്രഭാഷകന്മാർക്ക് എന്തുകൊണ്ടത് നഷ്ടപ്പെട്ടു പോകുന്നു? അവരുടെ ശൈലിയും പ്രയോഗങ്ങളും മുദ്രാവാക്യങ്ങളും ഈ ഉഹുവത്തിനെ നിരക്കാത്തതായി പോകുന്നത് എന്തേ? വിശുദ്ധ ഖുർആൻ അനുകരണീയമായ മാതൃകകൾ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. ആദം അലൈഹി ഇസ്ലാമിന്റെ 2 പുത്രന്മാർ, അതിൽ ഒരാൾ അക്രമം കാണിച്ചു. നമുക്കറിയാം, മനുഷ്യ ചരിത്രത്തിലെ 1ാമത്തെ കൊലപാതകം നടത്തിയ വ്യക്തി. ആ ആദം പുത്രൻ തന്റെ സ്വന്തം സഹോദരന്റെ ജീവനെടുക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ പോലും ഹാബീൽ ആ മകൻ പറയുന്ന മറുപടി ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ലൈൻ ബസത ഇലയ്യ യദക ലിതഖതുലനി മാ അന ബിബാസതി യദിയ ഇലൈക ലിഅഖതുലക. ഇതൊരു സമീപനമാണ്. സത്യവിശ്വാസികൾക്ക് അനുകരണീയമായ വിശിഷ്ടമായ ഒരു സമീപനമാണ്. എന്നെ കൊല്ലാൻ നിന്റെ കൈ എന്റെ നേരെ നീ ഉയർത്തിയാലും നിന്നെ വധിക്കാൻ എന്റെ കൈ നിന്റെ നേരെ ഞാൻ ഉയർത്തുകയില്ല. ഇന്നി യഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. എന്തുകൊണ്ട്? തീർച്ചയായും ലോകാലോകങ്ങളുടെ തമ്പുരാനായ നാഥനിൽ എനിക്ക് ഭയമുണ്ട്. ഞാൻ പടച്ചവനെ പേടിക്കുന്നവനാണ്. നീ വിളിച്ചു പറയുന്നത് പോലെ അങ്ങോട്ട് വിളിച്ചു പറയാൻ, നീ പറയുന്ന തെറി അതുപോലെ അങ്ങോട്ട് പറയാൻ, നീ ചെയ്യുന്ന അധർമ്മങ്ങൾക്ക് അതുപോലെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഞാൻ എന്റെ കൈ നിന്റെ നേരെ ഉയർത്തുകയില്ല എന്ന ഏറ്റവും ഉത്കൃഷ്ടമായ സമീപനം. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. ഏറ്റവും ഉദാത്തമായ ശൈലി കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കും. എന്തുകൊണ്ട് നമുക്ക് പ്രബോധകന്മാരുടെ വേഷമണിഞ്ഞു നിൽക്കുന്ന നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കും. ചുരുങ്ങിയത് ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅഅരിദ് അനിൽ ജാഹിലീൻ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. വിട്ടുവീഴ്ച ചെയ്യൂ. ശരി, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൽക്കാലം മറുപടി പറയുന്നില്ല, തൽക്കാലം ഞാനത് വിടുന്നു, ഞാൻ ഒച്ച കേൾപ്പിക്കുന്നില്ല. അവന്റെ ബാലിശ്യമായ അർത്ഥശൂന്യമായ അസംബന്ധങ്ങളായിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ അതെന്റെ നിലവാരത്തിന് യോജിച്ചതല്ല ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ. ഖുദിൽ അഫ്വ, അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യൂ. വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കൂ. വഅഅരിദ് അനിൽ ജാഹിലീൻ, അവിവേകികളെ അവഗണിച്ചേക്കൂ. ഖുർആന്റെ ശൈലി. വഅഅരിദ് അനിൽ ജാഹിലീൻ, അവിവേകികളെ അവഗണിച്ചേക്കൂ എന്ന് പറഞ്ഞ ഒരു നിലപാടെങ്കിലും ഖുർആൻ തൊട്ടടുത്ത് പറഞ്ഞു. പ്രസംഗരെ ഉദ്ദേശിച്ചുകൊണ്ട് കൂടുതൽ പ്രസക്തമാണത്. തൊട്ടടുത്ത് പറഞ്ഞു, ഫഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. ഈ സമീപനമാണ് നീ സ്വീകരിക്കേണ്ടത്. അവിവേകികളെ അവഗണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഇനി പിശാചിന്റെ വല്ല പ്രലോഭനവും നിനക്കുണ്ടാവുകയാണെങ്കിൽ, പിശാച് ഇളക്കാൻ ശ്രമിക്കുമല്ലോ, പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞിട്ട് നീ ഒന്ന് പറയാ, നീ അതിനേക്കാൾ വലിയ പ്രഭാഷകനല്ലേ, നിന്റെ മുമ്പിലല്ലേ ഈ വാക്കുകൾ മുഴുവൻ കിടക്കുന്നത്, ഈ നിഘണ്ടുവിൽ എത്രയോ വാക്കുകളുണ്ട്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവനെയും തല്ലണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രകോപനം, ഒരു ഇളക്കാൻ പിശാച് ശ്രമിച്ചാൽ ഫഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അല്ലാഹുവിനോട് നീ ഇസ്തിആദത്ത് ചെയ്യണം, പടച്ചവനോട് പ്രാർത്ഥിക്കണം പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ഹുജറാത്തിൽ പറഞ്ഞ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം. ഒരൊറ്റ കാര്യം കൂടി, ആ ബന്ധം നിലനിർത്തണമെങ്കിൽ ഹുജറാത്ത് സൂറത്തിലെ 10ാമത്തെ വചനത്തിൽ പറഞ്ഞ വിശ്വാസികൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം നിലനിർത്തണമെങ്കിൽ 11, 12 ആയത്തുകളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ശീലങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കണം. ചില ശീലങ്ങൾ വ്യക്തികളും മതസംഘടനകളും മാറ്റിയെടുക്കണം. പകരം ഒരു ബദൽ സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. 10ാമത്തെ ആയത്തിൽ നമ്മുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു, കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള ബന്ധമാണ്. 11ലും 12ലും ഒഴിവാക്കേണ്ട ദുർഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു. കാരണം ആ ദുർഗുണങ്ങൾ ഉള്ളതോടൊപ്പം ഈ ബന്ധം നിലനിൽക്കുകയില്ല എന്നാണ് അതിനർത്ഥം. നമുക്കൊക്കെ അറിയാം ആ ഭാഗം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ യകൂനു ഖൈറൻ മിൻഹും.
വലാ നിസാഉ മിൻ നിസാഇൻ അസാഅൻ യകുന ഖൈറൻ മിൻഹുന്ന. ഒന്നാമത് ഒഴിവാക്കേണ്ട സ്വഭാവം പരിഹാസം ഒഴിവാക്കുക. വിശ്വാസികൾ തമ്മിൽ പരിഹാസം ഒഴിവാക്കുക. സംഘങ്ങളും സംഘടനകളും തമ്മിൽ പരിഹാസം ഒഴിവാക്കുക. പരിഹസിക്കാൻ അവകാശമില്ലെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നാമത് ഒഴിവാക്കേണ്ട ദുർഗുണം ഈ കൂടപ്പിറപ്പ് ബന്ധം നിലനിർത്താൻ കളിയാക്കുന്ന ശീലം ഒഴിവാക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ പരിഹാസികളായ ആളുകൾ പരലോകത്ത് പരിഹസിക്കപ്പെടും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ പരിഹാസികളായ ആളുകൾ നാളെ നിരാശരായിട്ട് നരകത്തിൽ അവർ നിൽക്കുമ്പോൾ സ്വർഗത്തിന്റെ ഒരു വാതിൽ അവരുടെ മുമ്പിൽ തുറക്കപ്പെടും. ഈ മനുഷ്യൻ, നിർഭാഗ്യവാനായ മനുഷ്യൻ ഓടിച്ചെല്ലുന്നു സ്വർഗത്തിലേക്ക് കടക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അവിടെ എത്തുമ്പോൾ ആ വാതിൽ കൊട്ടിയടക്കപ്പെട്ടു. അപ്പോൾ നോക്കുമ്പോൾ വേറൊരു ഭാഗത്തൊരു വാതിൽ തുറക്കും. അങ്ങോട്ടോടി അവിടെ എത്തുമ്പോൾ അതും അടക്കും. അപ്പോൾ വേറൊരു വാതിൽ കാണുന്നു. അപ്പൊ ആ ഭാഗത്തേക്കോടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കുറെ കഴിഞ്ഞിട്ട് പിന്നെ വാതിലുകളൊക്കെ തുറക്കുന്നത് കണ്ടിട്ടും ഇവൻ പോകാതെ നിൽക്കുന്നിടത്ത് നിൽക്കുകയാണ്. കാരണം അതെന്നെ പരിഹസിക്കുകയാണ് എന്നവന് മനസ്സിലായി. ഇങ്ങനെ നാളെ ഗതി കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ട് പരിഹസിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥയുണ്ടാകും. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സീഡികൾ കണ്ടു നോക്കും, കാസറ്റുകൾ കേട്ടു നോക്കും, പ്രസംഗങ്ങളുടെ ശ്രോതാക്കളായിപ്പോയിരുന്നു നോക്കും. പരിഹാസമല്ലേ ഏറ്റവും കൂടുതൽ ആ ശൈലിയിലും ഭാഷയിലും കടന്നു വരുന്നത്. വലാ തൽമിസു അൻഫുസക്കും. ഈ ബന്ധം നിലനിർത്തണമെങ്കിൽ നിങ്ങൾ കുത്തുവാക്ക് പറയുന്നത് ഒഴിവാക്കണം. ഖുർആൻ കുത്തുവാക്കുകൾ ഒഴിവാക്കണം. വലാ തനാബസു ബിൽ അൽഖാബ്. പരിഹാസപ്പേരുകൾ വിളിച്ചാക്ഷേപിക്കാൻ പാടില്ല. ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. വിശ്വാസത്തിന്റെ ഒരു സംസ്കാരത്തിൽ വന്നതിന് ശേഷം ഇത്തരം വൃത്തികെട്ട പേരുകൾ ഉപയോഗിക്കുക എന്നത് എത്ര മോശമാണ്. ഖുർആൻ ചോദിക്കുന്നു, ഒമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ഇത്തരം ശൈലികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെത്രയും വേഗം അവസാനിപ്പിച്ചുകൊണ്ട് കുറ്റബോധത്തോടുകൂടി തൗബ ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവരാണ് ളാലിമുകൾ എന്ന് ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബൂ കസീറൻ മിനൽ. ഊഹങ്ങൾ ഒഴിവാക്കുക. ഊഹാപോഹങ്ങൾ, അനുമാനങ്ങൾ, അവരനെക്കുറിച്ച് മറ്റേ സംഘടനയെക്കുറിച്ചുള്ള ഊഹങ്ങൾ, ഊഹാധിഷ്ഠിതമായ നിഗമനങ്ങൾ, അത് നിങ്ങൾ ഒഴിവാക്കണം. കാരണം പല ഊഹങ്ങളും തെറ്റാൻ സാധ്യതയുണ്ട്. വലാ തജസ്സസു. ചുഴിഞ്ഞന്വേഷിച്ചു പോകരുത്. ശ്രദ്ധിക്കണം, നമ്മൾ ചുഴിഞ്ഞന്വേഷിച്ചു പോകരുത്. അതാണല്ലോ നടക്കുന്നത്. അതിങ്ങനെ ചുഴിഞ്ഞന്വേഷിച്ചു പോവുക, ആ സംഘടനയിലെ പ്രസംഗകന്റെ പണ്ഡിതന്റെ പിന്നാലെ പോവുക, അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിലേക്ക് പോവുക, അവിടുന്ന് പിടിക്കാൻ പാടില്ലാത്തതും എടുക്കാൻ പാടില്ലാത്തതുമൊക്കെ സംഘടിപ്പിക്കുക, എന്നിട്ട് നാൽക്കവലയിൽ അത് പ്രദർശിപ്പിക്കുക, അദ്ദേഹത്തിന്റെ വാചകം മുറിച്ചു കാണിക്കുക, എന്നിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക. തജസ്സുസ്, ചാരപ്പണി. ഓരോ സംഘടനകളിലുണ്ട് ചാവേറുകൾ. ചാരപ്പണി നടത്താനും ചാവേറ് നടത്താനും വേണ്ടി ചില സംഘങ്ങൾ. അവരാണ് ഇതൊക്കെ, ഈ സംഗതികളൊക്കെ ശേഖരിക്കുക. എന്നിട്ട് കൊണ്ടുവന്നിട്ട് നാൽക്കവലയിൽ വെച്ചിട്ട് സ്വന്തം സഹോദരനെയും സഹോദര സംഘടനകളെയും അവഹേളിക്കുക. സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത സംഗതികൾ ആരോപിക്കുക. വലാ തജസ്സസു. ചുഴിഞ്ഞന്വേഷണം നിങ്ങൾ നടത്തരുത്. വലാ യഗ്തബ് ബഅലുക്കും ബഅല. പരദൂഷണം പറയരുത്. അയ്യുഹിബ്ബു അഹദുക്കും അയ്യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ. ഇതൊക്കെ നിങ്ങൾക്കറിയാലോ. സ്വന്തം സഹോദരന്റെ, മരിച്ചു കിടക്കുന്ന സഹോദരന്റെ ഇറച്ചി തിന്നുന്നതിന് തുല്യമാണ് ചെയ്യുന്നത് എന്ന് ഖുർആൻ പറയും. പ്രിയമുള്ളവരെ, ഈ 10ാമത്തെ ആയത്തിൽ പറഞ്ഞ ഈ ബന്ധത്തെ നിലനിർത്താൻ വേണ്ടി ഒഴിവാക്കണമെന്ന് 11ലും 12ലും പറഞ്ഞ ഈ ദുർഗുണങ്ങൾ, ഈ സംഗതികൾ ഒഴിവാക്കിയ പിന്നെ നമ്മുടെ പ്രസംഗമുണ്ടോ? ഈ സംഗതികൾ ഒഴിവാക്കിയാൽ പിന്നെ നമ്മുടെ മതപ്രസംഗമുണ്ടോ? മറുപടി പ്രസംഗങ്ങളുണ്ടോ? ഖണ്ഡന പ്രസംഗങ്ങളുണ്ടോ? വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഞാൻ പരത്തി പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ഈ ദുർഗുണങ്ങൾ ഒഴിവാക്കിയാലേ ഖുർആൻ പറഞ്ഞ ഈ സാഹോദര്യത്തിന്റെ ബന്ധത്തെ നിലനിർത്താൻ കഴിയും. ഇതൊഴിവാക്കുന്നതോടൊപ്പം ചിലത് നമ്മൾ സ്വന്തം സ്വഭാവത്തിലേക്ക് കൂട്ടിച്ചേർക്കണം. പ്രവാചകൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. വിശ്വാസികൾ വ്യക്തി
വിശ്വാസികൾ എന്ന നിലയിൽ പരസ്പരം അത് ഉയർത്തിപ്പിടിക്കണം. ലിൽമുഅ്മിനി അലൽ മുഅ്മിനി സബഅത്തു ഹുഖൂഖൻ വാജിബത്തുൻ മിനല്ലാഹ്. 7 ബാധ്യതകൾ. ആ 7 ബാധ്യതകൾ ഒരു സംസ്കാരത്തെയാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹുവിൽ നിന്ന് വിശ്വാസികൾ പരസ്പരം പുലർത്തേണ്ട 7 നിർബന്ധ ബാധ്യതകൾ. അൽ ഇജ്ലാലു ലഹു ഫീ ഐനിഹി. വിശ്വാസിയായ സഹോദരനെ കാണുമ്പോൾ ആദരവുണ്ടാകണം. റെസ്പെക്ട് ചെയ്യണം. അപരനെ റെസ്പെക്ട് ചെയ്യണം. മറ്റേ സംഘടനയിലെ സഹോദര സംഘടനയിലെ പണ്ഡിതനെ ബഹുമാനിക്കണം. അൽ ഇജ്ലാലു ലഹു ഫീ ഐനിഹി. കണ്ണുകളിൽ ആ ആദരമാണ്, പുച്ഛമല്ല, പരിഹാസഭാവമല്ല, ഞാൻ മേലെയും നീ താഴെയും എന്ന ഭാവമല്ല. അവനെ ആദരിക്കുന്ന ഒരു മുഖഭാവം വേണം. ഇത് അല്ലാഹു നിർബന്ധമാക്കിയതാകുന്നു. അൽ വുദ്ദു ലഹു ഫീ സദ്രിഹി. ഹൃദയത്തിൽ അവനോടൊരു സ്നേഹം വെച്ച് പുലർത്തണം വിശ്വാസിയായ സഹോദരനെ. അൽ മുവാസാത്തു ലഹു ഫീ മാലിഹി. തന്റെ സമ്പാദ്യങ്ങളിലും സൗകര്യങ്ങളിലും അവനെയും സമാവകാശമുള്ളവനായി പരിഗണിക്കണം. വഅൻ യുഹർരിമ ഗീബതഹു. പരദൂഷണം പറയരുതെന്ന് മാത്രമല്ല, കേൾക്കുകയും ചെയ്യരുത്. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള പരദൂഷണം പറയാൻ പാടില്ല, പക്ഷെ കേൾക്കാനും പാടില്ല. അതും പാപമാണ്. ഒരാളെ സംബന്ധിച്ച് അയാളുടെ അഭാവത്തിൽ ദുഷിക്കുന്നതാണ് ഗീബത്ത്. ആ ഗീബത്ത് സംഘത്തിൽ അത് തിരിച്ചറിഞ്ഞാൽ നിൽക്കാനും പാടില്ല. അത് വലിയ പാപമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ട് വഅൻ യുഹർരിമ ഗീബതഹു വഅൻ യഊദഹു ഫീ മറളിഹി. തന്റെ വിശ്വാസിയായ സഹോദരൻ അയാൾ രോഗിയായി എന്നറിഞ്ഞു, അയാളെ ശുശ്രൂഷിക്കണം, അയാളെ സന്ദർശിക്കണം. വഅൻ യുശയ്യ ജനാസതഹു. അദ്ദേഹം മരണപ്പെട്ടു, ആ ജനാസ സംസ്കരണ പരിപാടികളിൽ നീ പങ്കെടുക്കണം. വഅല്ലാ യഖൂല ഫീഹി ബഅദ മൗതിഹി ഇല്ലാ ഖൈറ. പ്രത്യേകം ശ്രദ്ധിക്കുക, അദ്ദേഹം മരണപ്പെട്ടു, എന്നാലോ അദ്ദേഹത്തെക്കുറിച്ച് നല്ലതല്ലാത്ത ഒരു വാക്കും നീ പറയാൻ പാടില്ല. എന്തുമാത്രം വലിയ മാനറുകളാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ദിവസം സഹാബത്തിന്റെ കൂടെ പ്രവാചകൻ ഇരിക്കുന്നു. ഇക്രിമ ആ സദസ്സിലേക്ക് കടന്നു വരികയാണ്. ഇക്രിമ നമുക്കറിയാം അബൂജഹലിന്റെ മകനാണ്. അബൂജഹൽ എന്ന് കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്ന മുസ്ലിം സമുദായം, പ്രവാചകന്റെ 1-ാം നമ്പർ ശത്രു. ആ അബൂജഹലിന്റെ മകൻ ഇക്രിമ വരികയാണ് പ്രവാചകന്റെ സദസ്സിലേക്ക്. റസൂലിന് ഇത് നേരത്തെ ദിവ്യബോധനം വഴി വിവരം കിട്ടി. പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഇക്രിമ വരും. ഇക്രിമ വരുമ്പോൾ ശ്രദ്ധിക്കണം, ലോകത്തിന്റെ ഗുരുവായ പ്രവാചകൻ പഠിപ്പിച്ച സംസാരത്തിന്റെ സംസ്കാരം. ഇവിടെ ഇപ്പോൾ ഇക്രിമ വരും. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഉപ്പയെ ദുഷിച്ചുകൊണ്ടുള്ള ഒരു വാക്ക് നിങ്ങൾ പറയരുത്. ആരെ ദുഷിച്ചുകൊണ്ട്? അബൂജഹലിനെ ദുഷിച്ചുകൊണ്ട് ഒരു വാക്കും പറയരുത്. മരിച്ച മനുഷ്യരുടെ പേരിൽ ജീവിച്ചിരിക്കുന്നവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ മര്യാദ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് നിങ്ങൾ മരിച്ചതിനു ശേഷം അവരെ ദുഷിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. ഈ 7 ബാധ്യതകൾ വിശ്വാസികളെ നിങ്ങൾ തമ്മിലുണ്ട്, വിശ്വാസികളുടെ സംഘങ്ങൾ തമ്മിലുണ്ട്. ഈ സംസ്കാരം നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീരും. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ഉദാത്തമായ ഐക്യത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഒരു പാതയിലേക്ക് ഇസ്ലാമിക സമാജത്തിന് സഞ്ചരിക്കാൻ കഴിയും. 2 കാര്യങ്ങൾ നമ്മൾ സ്വന്തം വ്യക്തിത്വത്തിലും നമ്മുടെ സംഘടനയുടെ വ്യക്തിത്വത്തിലും നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം. ഒന്നാമത്തെ സംഗതി തുറന്ന മനസ്സാണ്, ഒരു ഓപ്പൺ മൈൻഡ്. ഇത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പരിശീലിപ്പിക്കുന്നതാണ്. പ്രവാചകനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ വ്യക്തികളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുമായിട്ട് ആളുകൾ സമീപിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, ലാ യുബല്ലിഗുനി അഹദും മിൻ അസ്ഹാബി അൻ അഹദിൻ ഷൈഅ. ഒരാളും വേറൊരാളെ കുറിച്ച് അതും പറഞ്ഞിട്ട് എന്റെ അടുത്ത് വരണ്ട. റസൂലുള്ളാഹി പറയും, ഒരാളും വേറൊരാളുടെ കാര്യം പറഞ്ഞിട്ട് എന്റെ അടുത്ത് വരണ്ട. ഫഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വഅന സലീമുസ് സദ്ർ. തുറന്ന മനസ്സ്, സലീമുസ് സദ്ർ.
തുറന്ന മനസ്സോടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരുടെയും കുറ്റവും കുറവും പറഞ്ഞിട്ട് എന്നാലും സമീപിക്കണ്ട എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തുറന്ന മനസ്സ്, ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നിടത്ത്, പഠിക്കുന്നിടത്ത്, ഒരു സംഘടനയെ പഠിക്കുന്നിടത്തൊക്കെ ഈ തുറന്ന മനസ്സ് വേണം. ഈ തുറന്ന മനസ്സില്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ വളരും, അതാണ് വലിയ വ്രണങ്ങളായിട്ട് മാറുക. രണ്ടാമത്തെ സംഗതി, ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ എല്ലാ സങ്കുചിതത്വങ്ങളും വരുന്നത് സ്വാർത്ഥതയിൽ നിന്നാണ്. ആ സ്വാർത്ഥതയെ ഇല്ലാതാക്കാനുള്ള പരിശീലനമാണ് ഇസ്ലാം തുടക്കം മുതൽ തന്നെ നൽകുന്നത്. സ്വാർത്ഥതയെ നിയന്ത്രിക്കാനുള്ള പരിശീലനം. ഞാൻ എന്നാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുക. ഞാൻ, എന്റെ സംഘടന, ഞാൻ. ആ ചിന്താഗതിക്ക് പകരം ഞങ്ങൾ എന്ന് പറഞ്ഞ് പരിശീലിക്കുക, നമ്മൾ എന്ന് പറഞ്ഞ് പരിശീലിക്കുക. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വലിയ അധ്യാപനമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഫാത്തിഹ സൂറത്തിൽ ഒറ്റക്ക് നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, ഏകാഗിയായി നമസ്കരിക്കുന്നയാൾ, പക്ഷെ അയാൾ പോലും പറയണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ, നിനക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കും. അവൾ ഒറ്റക്കാണ് നമസ്കരിക്കുന്നത്, ഞാനെന്നല്ല പറയേണ്ടത്. ഇയ്യാക അഅ്ബുദു വ ഇയ്യാക അസ്തഈനു എന്ന് പറയാൻ പാടില്ല. നഅ്ബുദു, ഞങ്ങൾ എന്ന് പറയണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിൽ ഞങ്ങളെ നീ ചേർക്കണമേ, ഞങ്ങളെ നയിക്കണം. എന്റെ കാര്യം മാത്രമല്ല, എന്റെ സംഘടനയുടെ കാര്യം മാത്രമല്ല, എന്റെ കുടുംബത്തിന്റെ കാര്യം മാത്രമല്ല. ഇഹ്ദിന, ഞങ്ങൾക്ക് നീ നേർവഴി കാണിച്ചു തരണമേ. ഞാൻ എന്ന സ്വാർത്ഥതയുടെ സംസ്കാരത്തിന് പകരം ഞങ്ങൾ, നമ്മൾ എന്ന് പറയാൻ പരിശീലിപ്പിക്കുന്ന ഒരു മഹത്തായ ദൈവിക ദർശനത്തിന്റെ വക്താക്കളാണ് നമ്മൾ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ, ഒറ്റക്കൊരു നന്മ ചെയ്യുന്നതിനേക്കാൾ, ഒറ്റക്കൊരു സുഹൃതം ചെയ്യുന്നതിനേക്കാൾ ഒരു ടീമായിട്ട് ചെയ്യാം, ഒരു സംഘമായിട്ട് ചെയ്യുക. ആ സംഘമായിട്ട് ചെയ്യുന്നതിലാണ് കൂടുതൽ പുണ്യമെന്ന് ഇസ്ലാമിന്റെ അധ്യാപനം. അതുകൊണ്ടാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കണം എന്ന് പറയുന്നത്. ഒറ്റക്ക് നമസ്കരിച്ചാൽ ശരിയാവാഞ്ഞിട്ടല്ല. ഒരുപക്ഷെ ഒറ്റക്ക് നമസ്കരിച്ചാലാണ് ചിലപ്പോഴെങ്കിലും ഏകാഗ്രത, കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുക. എന്നിട്ടും ഇസ്ലാം സ്വലാത്തുൽ ജമാഅ, സംഘമായിട്ടുള്ള നമസ്കാരം, അത് ഒറ്റക്കുള്ള നമസ്കാരത്തെക്കാൾ 27 ഇരട്ടി പുണ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒറ്റക്ക് ചെയ്യുന്ന നന്മകളെക്കാൾ കൂട്ടായി ചെയ്യുന്ന നന്മകളെ ഉയർത്തിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്നതിന് പകരം, സ്വാർത്ഥതയ്ക്ക് പകരം ആ സ്വാർത്ഥതയെ പരമാവധി നിയന്ത്രിക്കുന്ന ഇസ്ലാമിന്റെ പരിശീലനത്തിന് വിധേയരാവുക. ഈ അർത്ഥത്തിൽ നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.